വെൽക്കം ടു ചക്രപാണി ക്ലാസ്സസ് 2.0. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഭരണഘടനാ ഭേദഗതികളെ പറ്റിയിട്ടാണ് നോക്കിയത്. ഇനി പ്രധാനപ്പെട്ട ഭരണഘടനാ ഭേദഗതികൾ ഏതൊക്കെയാണെന്ന് ഈ ക്ലാസ്സിൽ നോക്കാം. അതിൽ നമുക്ക് ഒന്നാമത്തെ ഭേദഗതിയാണ് ആദ്യം നോക്കുന്നത്. ഒന്നാം ഭരണഘടനാ ഭേദഗതി വർഷം 1951. അതായത് ഇന്ത്യൻ ഭരണഘടന ആദ്യമായി ഭേദഗതി ചെയ്യപ്പെട്ട വർഷം ഏതെന്ന് ചോദിച്ചാൽ 1951 ഈ 1951 ഒന്നാം ഭേദഗതിയിലൂടെയാണ് 9ാം ഷെഡ്യൂൾ കൂട്ടിച്ചേർത്തത്. 9ാമത്തെ പട്ടിക കൂട്ടിച്ചേർത്തത് ഒന്നാം ഭേദഗതിയിലൂടെയാണ്. 9ാമത്തെ പട്ടിക സൂചിപ്പിക്കുന്നത് എന്താണെന്ന് ചോദിച്ചാൽ ഭൂപരിഷ്കരണം, ലാൻഡ് റിഫോംസ് ആണ്. ഇപ്പോൾ ഇന്ത്യൻ ഭരണഘടന നിലവിൽ വരുന്ന സമയത്ത് അല്ലെങ്കിൽ നിലവിൽ വന്ന സമയത്ത് പട്ടികകൾ അല്ലെങ്കിൽ ഷെഡ്യൂളുകളുടെ എണ്ണം എന്ന് പറയുന്നത് 8 ആയിരുന്നു. എന്നാൽ നിലവിൽ 12 ഷെഡ്യൂളുകളാണുള്ളത്. അതിൽ 9ാമത്തെ ഷെഡ്യൂൾ കൂട്ടിച്ചേർത്തത് ഒന്നാം ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ് വർഷം 1951. ആ സമയത്തെ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റു, പ്രസിഡന്റ് ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ആയിരുന്നു. ഇനി പ്രധാനപ്പെട്ട രണ്ടാമത്തെ ഭേദഗതി, അതായത് 7ാം ഭേദഗതിയാണ് നോക്കുന്നത്. 7ാം ഭരണഘടനാ ഭേദഗതി വർഷം 1956. 7ാം ഭേദഗതി 1956. സംസ്ഥാന പുനഃസംഘടനാ നിയമം അതനുസരിച്ച് 14 സംസ്ഥാനങ്ങളും 6 കേന്ദ്രഭരണ പ്രദേശങ്ങളും രൂപീകരിച്ചത് ഈ 7ാം ഭേദഗതിയിലൂടെയാണ്. സംസ്ഥാന പുനഃസംഘടനാ നിയമം അനുസരിച്ച് 14 സംസ്ഥാനങ്ങളും 6 ഭരണ പ്രദേശങ്ങളും രൂപീകരിച്ചു. അത് ഉൾപ്പെടുത്തിയത് ഈ 7ാം ഭേദഗതി നിയമപ്രകാരമാണ്. അതിൽ മറ്റൊരു പ്രൊവിഷനായിരുന്നു, ഒരു വ്യക്തിയെ തന്നെ ഒന്നോ അതിലധികമോ സംസ്ഥാനങ്ങളിൽ ഗവർണറായിട്ട് നിയമിക്കാം. ഗവർണറായിട്ട് ഒരു വ്യക്തിയെ തന്നെ ഒന്നോ അതിലധികമോ സംസ്ഥാനങ്ങളിൽ ഗവർണറായിട്ട് നിയമിക്കാം എന്ന് പറയുന്ന ഒരു പ്രൊവിഷൻ കൊണ്ടുവന്നു. അതുപോലെ തന്നെ ഒന്നോ അതിലധികമോ സംസ്ഥാനങ്ങളിൽ പൊതുവായിട്ടൊരു ഹൈക്കോടതി രൂപീകരിക്കാമെന്നും വ്യവസ്ഥ ചെയ്തു. 7ാം ഭേദഗതി 1956 പ്രധാനപ്പെട്ട 3 കാര്യങ്ങളാണ് പറയുന്നത്. ഭാഷാടിസ്ഥാനത്തിൽ സംസ്ഥാനങ്ങളെ പുനഃസംഘടിപ്പിച്ചു. അതിന് പ്രകാരം 14 സംസ്ഥാനങ്ങളും 6 കേന്ദ്രഭരണ പ്രദേശങ്ങളും രൂപീകരിച്ചു. അതുവരെ സംസ്ഥാനങ്ങളെ ABCD എന്നിങ്ങനെ ലിസ്റ്റ് ചെയ്ത ക്ലാസ് ആയിട്ടാണ് രൂപീകരിച്ചിരുന്നത്. അത് മാറ്റിയിട്ട് ഭാഷാടിസ്ഥാനത്തിൽ സംസ്ഥാനങ്ങളെ പുനഃസംഘടിപ്പിക്കുകയും അതിന് പ്രകാരം 1956 ഭാഷാ പുനഃസംഘടനാ നിയമപ്രകാരം 14 സംസ്ഥാനങ്ങളും 6 കേന്ദ്രഭരണ പ്രദേശങ്ങളും രൂപീകരിച്ചു. രണ്ടാമത്തെ കാര്യം ഇതിൽ പറയുന്നത്, 2ഓ അതിലധികമോ സംസ്ഥാനങ്ങളിൽ ഒരു ഗവർണറെ നിയമിക്കുക. ഒരു വ്യക്തിയെ തന്നെ ഗവർണറായിട്ട് 2ഓ അതിലധികമോ സംസ്ഥാനങ്ങളിൽ നിയമിക്കാമെന്ന് വ്യവസ്ഥ ചെയ്തു. അതുപോലെ തന്നെ 2ഓ അതിലധികമോ സംസ്ഥാനങ്ങളിൽ പൊതുവായൊരു ഹൈക്കോടതി രൂപീകരിക്കാമെന്നും വ്യവസ്ഥ ചെയ്തു. ആ സമയത്തെ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റു തന്നെയാണ്, പ്രസിഡന്റ് രാജേന്ദ്ര പ്രസാദ് തന്നെയാണ്. അടുത്തത് നമ്മൾ 24ാം ഭേദഗതിയാണ് നോക്കാൻ പോകുന്നത്. 24ാം ഭേദഗതി വർഷം 1971. ഈ 24ാം ഭേദഗതിയിൽ എന്താ പറയുന്നതെന്ന് ചോദിച്ചാൽ, മൗലികാവകാശങ്ങൾ ഉൾപ്പെടെ ഭരണഘടനയുടെ ഏത് ഭാഗവും ഭേദഗതി ചെയ്യാം എന്നാണ് ഈ 24ാം ഭേദഗതി പറയുന്നത്. എന്താണ്? മൗലികാവകാശങ്ങൾ ഉൾപ്പെടെ ഭരണഘടനയുടെ ഏത് ഭാഗവും ഭേദഗതി ചെയ്യാൻ പാർലമെൻറ്റിന് അധികാരമുണ്ട് എന്ന് പറയുന്നു. അതായത് ഇപ്പോൾ നിലവിൽ ഭരണഘടനയുടെ ഏത് ഭാഗവും പാർലമെൻറ്റിന് ഭേദഗതി ചെയ്യാനുള്ള അധികാരമുണ്ട്. അതിൽ തന്നെ കേശവാനന്ദ ഭാരതി കേസിൽ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു. ആ കേസിൽ എന്താണ് പറഞ്ഞിരിക്കുന്നത്? ഭരണഘടനയുടെ അടിസ്ഥാന ഘടനയൊഴികെ ഏത് ഭാഗവും ഭേദഗതി ചെയ്യാം. അടിസ്ഥാന ഘടനയ്ക്ക് മാറ്റം വരുത്താൻ പാടില്ല എന്ന് കേശവാനന്ദ ഭാരതി കേസിൽ വിധിച്ചിട്ടുണ്ട്. അതല്ല ഇവിടെ പറഞ്ഞത്. മൗലികാവകാശങ്ങൾ ഉൾപ്പെടെ ഏത് ഭാഗവും ഭേദഗതി ചെയ്യാൻ പാർലമെൻറ്റിന് അധികാരം നൽകുന്നതാണ് ഈ 24ാം ഭേദഗതി 1971. അതുപോലെ തന്നെ ഭരണഘടനാ ഭേദഗതി ബില്ലിന് രാഷ്ട്രപതി നിർബന്ധമായും അംഗീകാരം നൽകണമെന്നും പറഞ്ഞിരിക്കുന്നു. അപ്പോൾ ഒന്നാമത് പറഞ്ഞിരിക്കുന്നത്, മൗലികാവകാശങ്ങൾ ഉൾപ്പെടെ ഏത് ഭാഗവും ഭേദഗതി ചെയ്യാം എന്ന് പറഞ്ഞിരിക്കുന്നത് 24ാം ഭേദഗതിയിലൂടെയാണ്. അതുപോലെ തന്നെ ഭരണഘടനാ ഭേദഗതി ബില്ല് ആണെങ്കിൽ പ്രസിഡന്റ് നിർബന്ധമായും അംഗീകാരം നൽകിയിരിക്കണം. ഓക്കെ,
ഈ രണ്ട് കാര്യങ്ങളാണ് മെയിനായിട്ടും 24-ാം ഭേദഗതിയിലൂടെ പറഞ്ഞിരിക്കുന്നത്. അതായത് ഈ ഭരണഘടനാ ഭേദഗതി ബില്ല് പ്രസിഡന്റ് അംഗീകാരം നൽകണമെന്ന് പറഞ്ഞാൽ അല്ലാതെയുള്ള ബില്ലുകളാണെന്നുണ്ടെങ്കിൽ പ്രസിഡന്റിന് പുനഃപരിശോധനയ്ക്ക് വേണ്ടി തിരിച്ചയക്കുകയോ അല്ലെങ്കിൽ അനിശ്ചിതകാലത്തേക്ക് തടഞ്ഞു വയ്ക്കുകയൊക്കെ ചെയ്യാം. അതായത് വീറ്റോ അധികാരം പ്രയോഗിക്കാം. ഈ ഭരണഘടനാ ഭേദഗതി ബില്ലിന്മേൽ രാഷ്ട്രപതിക്ക് വീറ്റോ അധികാരം പ്രയോഗിക്കാൻ കഴിയില്ല എന്നാണ് ഉദ്ദേശിക്കുന്നത്. ഈ സമയത്തെ പ്രധാനമന്ത്രി 1971 പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധി, പ്രസിഡന്റ് ആരാണ്? VV ഗിരിയായിരുന്നു. ഓക്കെ, പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധിയും പ്രസിഡന്റ് VV ഗിരിയുമായിരുന്നു. അടുത്തത് നമ്മൾ നോക്കുന്നത് 26-ാം ഭേദഗതിയാണ്. 26-ാം ഭേദഗതി വർഷം സെയിം തന്നെയാണ്, 1971. 26-ാം ഭേദഗതി 1971. അതിൽ പറഞ്ഞിരിക്കുന്നത് നാട്ടുരാജാക്കന്മാർക്ക് നൽകിയിരുന്ന പ്രിവി പേഴ്സ് നിർത്തലാക്കി. പ്രിവി പേഴ്സ് നിർത്തലാക്കി. അപ്പോൾ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിക്കുന്ന സമയത്ത് ഏകദേശം 565ഓളം നാട്ടുരാജ്യങ്ങൾ നിലവിലുണ്ടായിരുന്നു. അപ്പോൾ ഈ നാട്ടുരാജ്യങ്ങളുടെ ഏകീകരണ സമയത്ത് നാട്ടുരാജാക്കന്മാർക്ക് നൽകിയിരുന്ന ഉറപ്പ്, ഇന്ത്യ ഗവൺമെൻറ് നൽകിയിരുന്ന ഉറപ്പായിരുന്നു എന്താണ്, വർഷം തോറും ഇത്തരത്തിലൊരു പെൻഷൻ എന്ന് പറയുന്നത്, നാട്ടുരാജാക്കന്മാർക്ക് വർഷം തോറും പെൻഷൻ ഏർപ്പെടുത്തിയിരുന്നു. ആ ഒരു പെൻഷനെയാണ് നമ്മൾ ഈ പ്രിവി പേഴ്സ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഈ പ്രിവി പേഴ്സിനെ നിർത്തലാക്കിയ ഭേദഗതിയാണ് 26-ാം ഭേദഗതി 1971. പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധി, പ്രസിഡന്റ് VV ഗിരി. അപ്പോൾ ഇനി നമ്മൾ സിലബസിൽ എടുത്തു പറഞ്ഞിരിക്കുന്ന ഭേദഗതികളാണ് നോക്കാൻ പോകുന്നത്. അതിൽ ഒന്നാമത് 42-ാം ഭേദഗതി. അതിനു മുമ്പ് ഇതുവരെ പറഞ്ഞ 1-ാം ഭേദഗതി, 7-ാം ഭേദഗതി, 24-ാം ഭേദഗതി, 26-ാം ഭേദഗതി മെയിനായിട്ടുള്ളത് മാത്രമാണ് പറഞ്ഞിരിക്കുന്നത്. ഇതിൽ 1-ാം ഭേദഗതി എന്തായിരുന്നു? 9-ാമത്തെ ഷെഡ്യൂള് കൂട്ടിച്ചേർത്തു. 9-ാമത്തെ ഷെഡ്യൂള് ഭൂപരിഷ്കരണം 1951 ഇന്ത്യൻ ഭരണഘടന ആദ്യമായിട്ട് ഭേദഗതി ചെയ്തത്. ഇനി 7-ാം ഭരണഘടനാ ഭേദഗതി 1956. അത് പ്രകാരം എന്താണ്? ഭാഷാ പുനഃസംഘടനാ നിയമപ്രകാരം 14 സംസ്ഥാനങ്ങളും 6 കേന്ദ്രഭരണ പ്രദേശങ്ങളും രൂപീകരിച്ചു. അതുവരെ ക്ലാസ് A, B, C, D എന്നിങ്ങനെ സംസ്ഥാനങ്ങളെ ക്ലാസിഫൈ ചെയ്തിരുന്നു. അത് എടുത്തു മാറ്റിയിട്ട് ഇങ്ങനെ ഒരു 14 സംസ്ഥാനങ്ങളും 6 കേന്ദ്രഭരണ പ്രദേശങ്ങളും രൂപീകരിച്ചു. അതുപോലെ തന്നെ 2ഓ അതിലധികമോ സംസ്ഥാനങ്ങളിൽ ഒരു വ്യക്തിയെ തന്നെ ഗവർണറായിട്ട് നിയമിക്കാം എന്ന് പറയുന്നൊരു വ്യവസ്ഥ കൊണ്ടുവന്നു. അതുപോലെ തന്നെ 2ഓ അതിലധികമോ സംസ്ഥാനങ്ങളിൽ പൊതുവായിട്ട് ഒരു ഹൈക്കോടതി രൂപീകരിക്കാം എന്നും വ്യവസ്ഥ ചെയ്തു. ഇനി അതിനുശേഷം 1-ാം ഭേദഗതി, അതുപോലെ 7-ാം ഭേദഗതി, അത് കഴിഞ്ഞിട്ട് നമ്മൾ പറഞ്ഞത് 24-ാം ഭേദഗതിയാണ്. 24-ാം ഭേദഗതി 1971. അതിൽ പറഞ്ഞിരിക്കുന്നത് മൗലികാവകാശങ്ങൾ ഉൾപ്പെടെ ഏത് ഭാഗവും, ഭരണഘടനയുടെ ഏത് ഭാഗവും ഭേദഗതി ചെയ്യാം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതുപോലെ തന്നെ ഭരണഘടനാ ഭേദഗതി ബില്ലാണെന്നുണ്ടെങ്കിൽ രാഷ്ട്രപതി നിർബന്ധമായും അതിന് അംഗീകാരം നൽകിയിരിക്കണമെന്നും പറഞ്ഞു. അതുപോലെ 26-ാം ഭേദഗതി 1971. അതിൽ പറഞ്ഞിരിക്കുന്നത് നാട്ടുരാജാക്കന്മാർക്ക് നൽകിയിരുന്ന പ്രിവി പേഴ്സ് നിർത്തലാക്കി. ഈ ഒരു 4 ഭേദഗതിയാണ് നമ്മൾ പറഞ്ഞു നിർത്തിയത്. ഇനി സിലബസിൽ എടുത്ത് പറഞ്ഞിരിക്കുന്ന ഭേദഗതിയാണ് നോക്കുന്നത്. 42-ാം ഭേദഗതി. 42-ാം ഭേദഗതി പാസ്സാക്കിയപ്പെട്ട വർഷം 1976. പാസ്സാക്കിയ വർഷമാണ് നമ്മൾ ഭേദഗതി എന്ന് പറയുമ്പോൾ കൂടെ പറയുന്നത്. നിലവിൽ വരുന്നത് ചിലപ്പോൾ ആ വർഷം തന്നെ ആയിരിക്കണമെന്നില്ല. ഓക്കെ, അപ്പോൾ 42-ാം ഭേദഗതി എന്ന് പറയുന്നത് ഇന്ത്യൻ ഭരണഘടനയിൽ നടത്തിയ ഏറ്റവും വലിയ ഭേദഗതിയാണ്. അപ്പോൾ ഏറ്റവും വലിയ ഭരണഘടനാ ഭേദഗതിയാണ് 42-ാം ഭേദഗതി. ഏറ്റവും വലിയ ഭരണഘടനാ ഭേദഗതി. ഓക്കെ, ഇന്ത്യൻ ഭരണഘടനയിൽ നടത്തിയ ഏറ്റവും വലിയ ഭേദഗതിയാണ് 42-ാം ഭേദഗതി. അതുകൊണ്ട് തന്നെ അതിനെ മിനി കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് വിളിക്കുന്നു. മിനി കോൺസ്റ്റിറ്റ്യൂഷൻ അല്ലെങ്കിൽ ചെറു ഭരണഘടന. ഓക്കെ, ഏറ്റവും വലിയ ഭരണഘടനാ ഭേദഗതിയാണ്. അതുകൊണ്ട് തന്നെ ഇതിനെ മിനി കോൺസ്റ്റിറ്റ്യൂഷൻ അല്ലെങ്കിൽ ചെറു ഭരണഘടന എന്ന് വിശേഷിപ്പിക്കുന്നു. ഇത് പാസ്സാക്കിയ വർഷം ചോദിച്ചാൽ 1976. പാസ്സാക്കിയത് 1976. എന്നാൽ നിലവിൽ വന്നത് 1977 ജനുവരി 3. ഓക്കെ, അപ്പോൾ 42-ാം ഭേദഗതി പാസ്സാക്കിയത് 1976-ലും 42-ാം ഭേദഗതി നിയമം നിലവിൽ വന്നത് 1977 ജനുവരി 3-നുമാണ്. ആ സമയത്തെ പ്രധാനമന്ത്രി എന്ന് പറയുന്നത് ഇന്ദിരാഗാന്ധി.
ഇന്ദിരാഗാന്ധി ഇന്ത്യയുടെ മൂന്നാമത്തെ പ്രധാനമന്ത്രി, ആദ്യത്തെ വനിതാ പ്രധാനമന്ത്രി. ടേം എന്ന് പറയുമ്പോൾ എന്തായിരുന്നു? 1966 മുതൽ 77 വരെ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായിരുന്നു. അതുകൊണ്ട് തന്നെ 1976 42ാം ഭേദഗതിയൊക്കെ വരുന്ന സമയത്ത് പ്രൈം മിനിസ്റ്റർ ഇന്ദിരാഗാന്ധി, പ്രസിഡന്റ് ഫക്രുദ്ദീൻ അലി അഹമ്മദ്. ഓക്കെ, അപ്പോൾ ഏറ്റവും വലിയ ഭരണഘടനാ ഭേദഗതിയാണ് 42ാം ഭേദഗതി 1976. അതുകൊണ്ട് തന്നെ അതിനെ മിനി കോൺസ്റ്റിറ്റ്യൂഷൻ അല്ലെങ്കിൽ ചെറു ഭരണഘടന എന്നറിയപ്പെടുന്നു. പാസ്സാക്കിയ വർഷം 1976. എന്നാൽ ഭരണഘടനാ ഭേദഗതി നിയമം 42ാം ഭരണഘടനാ ഭേദഗതി നിയമം നിലവിൽ വരുന്നത് 1977 ജനുവരി 3. ആ സമയത്തെ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധി, പ്രസിഡന്റ് ഫക്രുദ്ദീൻ അലി അഹമ്മദ്. അപ്പോൾ 1976 എന്ന് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും അടിയന്തരാവസ്ഥ നിലനിന്നിരുന്ന സമയത്ത് നടപ്പിലാക്കിയ ഭരണഘടനാ ഭേദഗതിയാണ് ഈ 42ാം ഭേദഗതി എന്ന് പറയുന്നത്. ഇനി ഏത് കമ്മിറ്റിയുടെ ശുപാർശ പ്രകാരമാണ് 42ാം ഭേദഗതി നിലവിൽ വന്നത് എന്ന് ചോദിച്ചാൽ സ്വരൺ സിംഗ് കമ്മിറ്റിയുടെ ശുപാർശ പ്രകാരമാണ്. സ്വരൺ സിംഗ് കമ്മിറ്റിയുടെ ശുപാർശ പ്രകാരമാണ് 42ാം ഭേദഗതി നിലവിൽ വന്നത്. അപ്പോൾ ഇത്രയാണ് ഇതിലെ ഇൻട്രൊഡക്ഷനായിട്ട് പറയാൻ പറ്റുന്നത്. ഏത് കമ്മിറ്റിയുടെ ശുപാർശ പ്രകാരമാണെന്ന് ചോദിച്ചാൽ സ്വരൺ സിംഗ് കമ്മിറ്റിയുടെ ശുപാർശ പ്രകാരമാണ് 42ാം ഭേദഗതി നിലവിൽ വന്നത്. ഇനി 42ാം ഭേദഗതിയുടെ മറ്റൊരു പ്രത്യേകതയാണ് ആമുഖത്തെ ഭേദഗതി ചെയ്തു. ആമുഖത്തിൽ മാറ്റം വരുത്തിയ ഒരേയൊരു ഭേദഗതി, അതായത് ഇന്ത്യൻ ഭരണഘടനയുടെ ഇതുവരെയുള്ള നാൾവഴികളിൽ ആമുഖത്തിൽ മാറ്റം വരുത്തിയ ഭേദഗതിയാണ് 42ാം ഭേദഗതി. ആമുഖത്തിൽ മാറ്റം വരുത്തിയ ഒരേയൊരു ഭേദഗതിയാണ് 42ാം ഭേദഗതി. 42ാം ഭേദഗതിയിലൂടെ ആമുഖത്തിൽ കൂട്ടിച്ചേർത്ത 3 വാക്കുകളാണ് സോഷ്യലിസ്റ്റ്, സെക്യുലർ, ഇൻ്റഗ്രിറ്റി. ഈ 3 വാക്കുകളാണ് 42ാം ഭേദഗതിയിലൂടെ ആമുഖത്തിൽ കൂട്ടിച്ചേർത്തത്. ഏതൊക്കെയാണ്? സോഷ്യലിസ്റ്റ്, സെക്യുലർ, ഇൻ്റഗ്രിറ്റി. ഈ 3 വാക്കുകളാണ് ആമുഖത്തിൽ കൂട്ടിച്ചേർത്തത്. അപ്പോൾ ഈ 42ാം ഭേദഗതിക്ക് ശേഷം ഇന്ത്യയെ വിശേഷിപ്പിക്കുന്നത് എങ്ങനെയാണ്? സോവറിൻ, സോഷ്യലിസ്റ്റ്, സെക്യുലർ, ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് എന്നാണ്. അപ്പം 42ാം ഭേദഗതിക്ക് ശേഷം ഇന്ത്യയെ വിശേഷിപ്പിക്കുന്നത് സോവറിൻ, സോഷ്യലിസ്റ്റ്, സെക്യുലർ, ഡെമോക്രാറ്റിക് റിപ്പബ്ലിക്. അപ്പോൾ ഈ 42ാം ഭേദഗതി നിലവിൽ വരുന്നതിന് മുമ്പ് എന്തായിരുന്നു? സോവറിൻ ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് എന്നായിരുന്നു. എന്നാൽ ഈ 42ാം ഭേദഗതിയിൽ സോഷ്യലിസ്റ്റ്, സെക്യുലർ എന്നീ വാക്കുകൾ കൂട്ടിച്ചേർത്തപ്പോൾ ഇന്ത്യയെ വിശേഷിപ്പിക്കുന്നത് ഇപ്പോൾ സോവറിൻ, സോഷ്യലിസ്റ്റ്, സെക്യുലർ, ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് എന്നാണ്. പരമാധികാര, സ്ഥിതി സമത്വ, മതേതര, ജനാധിപത്യ റിപ്പബ്ലിക് എന്നാണ് ഇപ്പോൾ ഇന്ത്യ അറിയപ്പെടുന്നത്, ഇന്ത്യയെ വിശേഷിപ്പിക്കുന്നത്. അതുപോലെ തന്നെ ഇനി ഇൻ്റഗ്രിറ്റി എന്നുള്ള വാക്കും കൂടെ കൂട്ടിച്ചേർത്തു എന്ന് പറഞ്ഞു. അത് രാജ്യത്തിൻ്റെ ഐക്യമെന്ന് ആമുഖത്തിൽ പറഞ്ഞ ആ ഒരു പ്രയോഗത്തിന് പകരം ഇപ്പോൾ യൂണിറ്റി ആൻഡ് ഇൻ്റഗ്രിറ്റി ഓഫ് ദി നാഷൻ എന്നാക്കി മാറ്റി. ഓക്കെ, അപ്പോൾ 42ാം ഭേദഗതി വരുന്നതിന് മുമ്പ് യൂണിറ്റി ഓഫ് ദി നാഷൻ, രാജ്യത്തിൻ്റെ ഐക്യം എന്ന് പറഞ്ഞിരുന്ന പ്രയോഗത്തിന് പകരം ഇപ്പോൾ 42ാം ഭേദഗതിയിലൂടെ ഇൻ്റഗ്രിറ്റി എന്ന വാക്കും കൂടെ കൂട്ടിച്ചേർത്തു. അപ്പോൾ അതെന്തായി? യൂണിറ്റി ആൻഡ് ഇൻ്റഗ്രിറ്റി ഓഫ് ദി നാഷൻ, രാജ്യത്തിൻ്റെ ഐക്യവും അഖണ്ഡതയും എന്നുള്ള ആ ഒരു പ്രയോഗമാക്കി മാറ്റിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ആമുഖത്തിൽ മാറ്റം വരുത്തിയ ഒരേ ഒരു ഭേദഗതിയാണ് 42ാം ഭേദഗതി. 42ാം ഭേദഗതിയിലൂടെ ആമുഖത്തിൽ കൂട്ടിച്ചേർത്ത 3 വാക്കുകളാണ് സോഷ്യലിസ്റ്റ്, സെക്യുലർ, ഇൻ്റഗ്രിറ്റി. അപ്പോൾ ഈ 42ാം ഭേദഗതിക്ക് ശേഷം, ഈ മിനി കോൺസ്റ്റിറ്റ്യൂഷൻ വന്നതിന് ശേഷം ഇന്ത്യയെ ആമുഖത്തിൽ വിശേഷിപ്പിക്കുന്നത് ഇപ്രകാരമാണ്: സോവറിൻ, സോഷ്യലിസ്റ്റ്, സെക്യുലർ, ഡെമോക്രാറ്റിക് റിപ്പബ്ലിക്. അതുപോലെ തന്നെ ആമുഖത്തിൽ ഒരു സ്ഥലത്ത് പ്രയോഗിച്ചിരുന്ന ഒരു പ്രയോഗമായിരുന്നു യൂണിറ്റി ഓഫ് ദി നാഷൻ, രാജ്യത്തിൻ്റെ ഐക്യം. ആ ഒരു പ്രയോഗത്തിന് പകരം രാജ്യത്തിൻ്റെ ഐക്യവും അഖണ്ഡതയും എന്നാക്കി മാറ്റി, അതായത് യൂണിറ്റി ആൻഡ് ഇൻ്റഗ്രിറ്റി ഓഫ് ദി നാഷൻ. ഇതാണ് ആമുഖത്തിലുണ്ടായ മാറ്റം 42ാം ഭേദഗതിയിലൂടെ. അടുത്തത് നമ്മൾ നോക്കുന്നത് 42ാം ഭേദഗതിയിലൂടെ ഭാഗം 4 കൂട്ടിച്ചേർത്ത ആർട്ടിക്കിളുകളാണ്. ആർട്ടിക്കിളുകൾ ഏതൊക്കെയാണെന്നാണ് നോക്കുന്നത്. ഭാഗം 4
42-ാം ഭേദഗതിയിലൂടെ ഭാഗം 4-ൽ കൂട്ടിച്ചേർത്തത് 3 ആർട്ടിക്കിളുകളാണ്. അതാണ് നോക്കാൻ പോകുന്നത്. അതിനു മുമ്പ് ഭാഗം 4 എന്താണെന്ന് നോക്കാം. ഭാഗം 4-ൽ പറഞ്ഞിരിക്കുന്നത് ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസിയാണ്. ആർട്ടിക്കിൾ 36 മുതൽ 51 വരെയാണ് മാർഗനിർദ്ദേശക തത്വങ്ങൾ, രാഷ്ട്രത്തിൻ്റെ മാർഗനിർദ്ദേശക തത്വങ്ങൾ എന്ന് പറയുന്ന ഒരു ഭാഗം. ആർട്ടിക്കിൾ 36 മുതൽ 51 വരെയാണ്. ഈ ഭാഗം 4-ൽ 42-ാം ഭേദഗതിയിലൂടെ 3 വകുപ്പുകൾ കൂട്ടിച്ചേർത്തു. അതിൽ ഒന്നാമത്തെ വകുപ്പ് ആർട്ടിക്കിൾ 39A, രണ്ടാമത്തേത് ആർട്ടിക്കിൾ 43A, മൂന്നാമത്തേത് ആർട്ടിക്കിൾ 48A. ഓക്കെ, അപ്പോൾ 42-ാം ഭേദഗതിയിലൂടെ ഭാഗം 4-ൽ പാർട്ട് 4 മാർഗനിർദ്ദേശക തത്വങ്ങളിൽ ഉൾപ്പെടുത്തി അല്ലെങ്കിൽ കൂട്ടിച്ചേർത്ത 3 വകുപ്പുകളാണ് ആർട്ടിക്കിൾ 39A, 43A, 48A. ഇനി ഓരോന്നും എന്താണെന്ന് നോക്കാം. ആർട്ടിക്കിൾ 39-ൽ പറയുന്നത് തുല്യനീതിയും അതുപോലെ സൗജന്യ നിയമസഹായം. ആർട്ടിക്കിൾ 39A പറയുന്നത് തുല്യനീതി, സൗജന്യ നിയമസഹായം. അതുപോലെ 43A പറയുന്നത് വ്യവസായ സ്ഥാപനങ്ങളിലെ മാനേജ്മെൻറ്റിൽ തൊഴിലാളികളുടെ പങ്കാളിത്തം. ഓക്കെ, അപ്പോൾ ആർട്ടിക്കിൾ 43A വ്യവസായ സ്ഥാപനങ്ങളിലെ മാനേജ്മെൻറ്റിലെ തൊഴിലാളികളുടെ പങ്കാളിത്തം ഉറപ്പുവരുത്തുന്ന നടപടികൾ കൈക്കൊള്ളുക എന്നും കൂടി ചേർത്തിട്ടുണ്ട്. ഇനി ലാസ്റ്റ് 48A പറയുന്നത് പരിസ്ഥിതി, വനം, വന്യജീവികൾ എന്നിവയുടെ സംരക്ഷണം. പരിസ്ഥിതി, വനം, വന്യജീവികൾ എന്നിവയുടെ സംരക്ഷണം. ഓക്കെ, അപ്പോൾ ഈ 3 വകുപ്പുകളാണ് ഭാഗം 4 മാർഗനിർദ്ദേശക തത്വങ്ങളിൽ കൂട്ടിച്ചേർത്തത്. ഇപ്പോൾ 42-ാം ഭേദഗതിയിലൂടെ ഭാഗം 4-ൽ ഉണ്ടായ മാറ്റം എന്തെന്ന് ചോദിച്ചാൽ എന്താണ്? 3 വകുപ്പുകൾ കൂട്ടിച്ചേർത്തു. അതേതൊക്കെയാണ്? ആർട്ടിക്കിൾ 39A അത് പറയുന്നത് തുല്യനീതിയും അതുപോലെ തന്നെ എന്താണ് പാവങ്ങളായിട്ടുള്ള ജനങ്ങൾക്ക് സൗജന്യ നിയമസഹായവും. ഇനി 43A പ്രകാരം എന്താണ് വ്യവസ്ഥ ചെയ്തിരിക്കുന്നത്? വ്യവസായ സ്ഥാപനങ്ങളുടെ മാനേജ്മെൻറ്റിൽ തൊഴിലാളികളുടെ പങ്കാളിത്തം ഉറപ്പുവരുത്തുന്ന നടപടികൾ കൈക്കൊള്ളുക. അതുപോലെ 48A പറയുന്നത് പരിസ്ഥിതി, വനം, വന്യജീവികൾ എന്നിവയുടെ സംരക്ഷണം. ഇതാണ് ഭാഗം 4-ൽ ഉണ്ടായ മാറ്റം 42-ാം ഭേദഗതിയിലൂടെ. ഇനി നോക്കാൻ പോകുന്നത് 42-ാം ഭേദഗതിയിലൂടെ കൂട്ടിച്ചേർക്കപ്പെട്ട ഭാഗങ്ങൾ. ഇന്ത്യൻ ഭരണഘടനയിൽ 42-ാം ഭേദഗതിയിലൂടെ കൂട്ടിച്ചേർക്കപ്പെട്ട 2 പാർട്സ് ഉണ്ട്. അതേതൊക്കെയാണെന്നാണ് ഇനി നോക്കുന്നത്. ഒന്നാമത് ഭാഗം 4A. ഭാഗം 4A. ഇന്ത്യൻ ഭരണഘടന നിലവിൽ വരുന്ന സമയത്ത് എത്ര ഭാഗങ്ങൾ? 22 ഭാഗങ്ങളാണ് ഉണ്ടായിരുന്നത്. ഇപ്പോൾ എത്രയാണ്? നിലവിൽ 25 പാർട്ടുകളാണുള്ളത്. അപ്പോൾ 42-ാം ഭേദഗതിയിലൂടെ കൂട്ടിച്ചേർക്കപ്പെട്ട ഒരു ഭാഗമാണ് ഭാഗം 4A. ഭാഗം 4 എന്താണെന്ന് നമ്മൾ നോക്കിക്കഴിഞ്ഞു. എന്താണ്? ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസി. ഭാഗം 4A എന്ന് പറയുന്നത് മൗലിക കടമകൾ. മൗലിക കടമകൾ അല്ലെങ്കിൽ മൗലിക കർത്തവ്യങ്ങൾ അല്ലെങ്കിൽ മൗലിക ചുമതലകൾ, ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസ് എന്നൊക്കെ അറിയപ്പെടുന്നു. അപ്പോൾ ഈ ഭാഗം 4A മൗലിക കടമകൾ എന്ന് പറയുന്നത് കൂട്ടിച്ചേർത്തത് 42-ാം ഭേദഗതി പ്രകാരമാണ്. മൗലിക കടമകൾ എന്ന് പറയുന്ന ആശയം എവിടെ നിന്നാണ് കടമെടുത്തിരിക്കുന്നത്? USSRൽ നിന്നാണ്, സോവിയറ്റ് യൂണിയനിൽ നിന്നാണ് മൗലിക കടമകൾ എന്ന് പറയുന്ന ആശയം ഇന്ത്യൻ ഭരണഘടന കടം കൊണ്ടിരിക്കുന്നത്. ഭാഗം 4A മൗലിക കടമകൾ കൂട്ടിച്ചേർത്തത് ഏത് കമ്മിറ്റിയുടെ ശുപാർശ പ്രകാരമാണെന്ന് ചോദിച്ചാൽ നമ്മൾ ആദ്യം പറഞ്ഞ സ്വരൺ സിംഗ് കമ്മിറ്റിയുടെ ശുപാർശ പ്രകാരമാണ് മൗലിക കടമകൾ കൂട്ടിച്ചേർത്തത്. മൗലിക കടമകൾ കൂട്ടിച്ചേർത്ത പ്രധാനമന്ത്രി ആരെന്ന് ചോദിച്ചാൽ ആരാണ്? ഇന്ദിരാഗാന്ധിയാണ്. എത്ര മൗലിക കടമകളാണ് കൂട്ടിച്ചേർത്തതെന്ന് ചോദിച്ചാൽ എത്രയാണ്? 10 മൗലിക കടമകളാണ് 42-ാം ഭേദഗതിയിലൂടെ കൂട്ടിച്ചേർത്തത്. അതായത് ഭരണഘടന നിലവിൽ വരുമ്പോൾ ഇങ്ങനൊരു ഭാഗമേ ഇല്ലായിരുന്നു. മൗലിക കടമകൾ എന്ന് പറയുന്നൊരു ഭാഗമേ ഇല്ലായിരുന്നു. 42-ാം ഭേദഗതിയിലൂടെയാണ് മൗലിക കടമകൾ കൂട്ടിച്ചേർത്തത്. അന്ന് കൂട്ടിച്ചേർത്തത് 10 മൗലിക കടമകളാണ്. 10 മൗലിക കടമകൾ ഏത് ആർട്ടിക്കിളിലാണ് പറഞ്ഞിരിക്കുന്നതെന്ന് ചോദിച്ചാൽ ആർട്ടിക്കിൾ 51A. അപ്പോൾ ഭാഗം 4A
ആർട്ടിക്കിൾ 51A-യിൽ 10 മൗലിക കടമകളാണ് 42ാം ഭേദഗതിയിലൂടെ കൂട്ടിച്ചേർത്തത്. എന്നാൽ നിലവിൽ എത്ര മൗലിക കടമകളുണ്ട്? നിലവിൽ 11 മൗലിക കടമകളുണ്ട്. ഈ 11ാമത്തെ മൗലിക കടമ കൂട്ടിച്ചേർത്തത് 86ാം ഭേദഗതിയിലൂടെയാണ്. അത് നമ്മളിനി മുന്നോട്ട് 86ാം ഭേദഗതി എടുത്ത് പഠിക്കാനുണ്ട്, അപ്പോഴും പറയുന്നതാണ്. ഇപ്പം നിലവിൽ മൗലിക കടമകൾ 11എണ്ണമാണുള്ളത്. എന്നാൽ 42ാം ഭേദഗതിയിലൂടെ കൂട്ടിച്ചേർക്കപ്പെട്ടത് 10 മൗലിക കടമകളാണ്. മൗലിക കടമകൾ എന്ന് പറയുന്ന ആശയം കടകൊണ്ടിരിക്കുന്നത് USSRന്റെ കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്നാണ്. ആർട്ടിക്കിൾ 51A-യിലാണ് 10 മൗലിക കടമകൾ കൂട്ടിച്ചേർത്തത്. മൗലിക കടമകൾ കൂട്ടിച്ചേർക്കാൻ കാരണമായ കമ്മിറ്റി അല്ലെങ്കിൽ ഏത് കമ്മിറ്റിയുടെ ശുപാർശ പ്രകാരമാണെന്ന് ചോദിച്ചാൽ സൊറൻസിംഗ് കമ്മിറ്റിയുടെ ശുപാർശ പ്രകാരം. ഏത് പ്രധാനമന്ത്രിയുടെ കാലത്താണെന്ന് ചോദിച്ചാൽ ഇന്ദിരാഗാന്ധിയുടെ കാലത്താണ്. ഓക്കെ, ഇനി രണ്ടാമത് കൂട്ടിച്ചേർത്ത ഭാഗമാണ് നോക്കുന്നത്. അപ്പോൾ 42ാം ഭേദഗതിയിലൂടെ 2 ഭാഗങ്ങളാണ് ചേർത്തതെന്ന് പറഞ്ഞു. അതിൽ ഒന്നാമത്തേതാണ് ഭാഗം 4A. ഇനി രണ്ടാമത് കൂട്ടിച്ചേർത്തത് ഭാഗം 14A. ഇപ്പോൾ പഠിക്കാൻ എളുപ്പമുണ്ട്. ഭാഗം 4A-യും ഭാഗം 14A-യും. ഈ 14A-യിൽ തന്നെ 14A എന്ന് പറയുന്നത് ട്രൈബ്യൂണൽസ് ആണ്. ട്രൈബ്യൂണൽസ് ആണ് 14A എന്ന് പറയുന്ന പാർട്ടിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അതിൽ തന്നെ 2 ആർട്ടിക്കിൾ കൂടി ഇൻസർട്ട് ചെയ്തിട്ടുണ്ട്. ആർട്ടിക്കിൾ 323A-യും അതുപോലെ ആർട്ടിക്കിൾ 323B-യും. അപ്പോൾ ഭാഗം 14A എന്ന് പറയുന്നത് ട്രൈബ്യൂണൽസ് ആണ്. ഇനി അതിൽ തന്നെ 2 ആർട്ടിക്കിളുകളും കൂടി കൂട്ടിച്ചേർത്തിട്ടുണ്ട്. ആർട്ടിക്കിൾ 323A-യും ആർട്ടിക്കിൾ 323B-യും. ഈ 323A എന്ന് പറയുന്നത് അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണൽസ് ആണ്. അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണൽസ്. ഈ അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണൽസ് എന്ന് പറയുന്നത് പൊതു നിയമനങ്ങളിലെ തർക്ക പരിഹാരം, അതുപോലെ തന്നെ ജീവനക്കാരുടെ ശമ്പളം, അതുപോലെയുള്ള സർവീസ് സംബന്ധമായ തർക്ക പരിഹാരത്തിന് വേണ്ടി സ്ഥാപിക്കപ്പെട്ടിട്ടുള്ളതാണ് അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണൽസ്. പൊതു നിയമനങ്ങളിലെ തർക്ക പരിഹാരം, അതുപോലെ തന്നെ ഇവിടുത്തെ കേന്ദ്ര സംസ്ഥാന തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ പൊതു നിയമനങ്ങളുമായി ബന്ധപ്പെട്ട തർക്ക പരിഹാരത്തിനും അതുപോലെ തന്നെ ജീവനക്കാരുടെ സർവീസ് സംബന്ധമായ തർക്ക പരിഹാരത്തിനും വേണ്ടി സ്ഥാപിക്കപ്പെട്ടതാണ് അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണൽസ്. അതിനെപ്പറ്റി പറഞ്ഞിരിക്കുന്ന ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ 323A. ഇനി ആർട്ടിക്കിൾ 323B-യിൽ പറഞ്ഞിരിക്കുന്നത് മറ്റ് കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ട്രൈബ്യൂണൽസ്. ട്രൈബ്യൂണൽസ് ഫോർ അതർ മാറ്റേഴ്സ്. ഈ അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണൽസ് എന്ന് പറയുന്നത് ഭരണപരമായിട്ടുള്ള കാര്യങ്ങളിൽ അല്ലെങ്കിൽ പറഞ്ഞല്ലോ പൊതു നിയമനങ്ങളിലെ തർക്ക പരിഹാരം, അതുപോലെ തന്നെ ജീവനക്കാരുടെ സർവീസ് സംബന്ധമായ തർക്ക പരിഹാരത്തിനൊക്കെ വേണ്ടിയിട്ടാണ് അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണൽസ് സ്ഥാപിക്കപ്പെട്ടത്. ഇനി ഈ പറഞ്ഞ കാര്യങ്ങൾക്കല്ലാതെ എന്ത് കാര്യങ്ങളിലെ തർക്കത്തിനും പോവേണ്ടത് എവിടെയാണ്? ഈ ട്രൈബ്യൂണൽസ് ഫോർ അതർ മാറ്റേഴ്സ് എന്ന് പറയുന്ന ആ ഒരു ആർട്ടിക്കിൾ 323B-യിൽ പറഞ്ഞിരിക്കുന്ന ആ ഒരു കാര്യത്തിനാണ്. ഇതിൽ ലാൻഡ് റിഫോംസ്, ടാക്സേഷൻ എന്നിവയുമായി ബന്ധപ്പെട്ട തർക്കങ്ങൾക്കൊക്കെ ഈ ആർട്ടിക്കിൾ 323B-യിലാണ് വ്യവസ്ഥ ചെയ്തിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഈ 2 ഭാഗങ്ങളാണ് 42ാം ഭേദഗതിയിലൂടെ കൂട്ടിച്ചേർത്തത്. ഒന്ന് ഭാഗം 4A, അതുപോലെ ഭാഗം 14A. ഭാഗം 4A-യിൽ ആർട്ടിക്കിൾ 51A ആണ് കൂട്ടിച്ചേർത്തത്. അതിൽ 10 മൗലിക കടമകൾ കൂട്ടിച്ചേർത്തു. ഇനി ഭാഗം 14A എന്ന് പറയുന്നത് ട്രൈബ്യൂണൽസിനെ പറ്റിയിട്ടാണ്. അതിൽ തന്നെ ആർട്ടിക്കിൾ 323A പറയുന്നത് അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണൽസ് ആണ്. 323B പറയുന്നത് മറ്റ് കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ട്രൈബ്യൂണൽസ്. അടുത്തത് നമ്മൾ നോക്കുന്നത് 42ാം ഭേദഗതിയിലൂടെ 7ാം ഷെഡ്യൂളിൽ വന്ന മാറ്റമാണ്. ഷെഡ്യൂൾ 7-ൽ ഉണ്ടായ മാറ്റം. ഷെഡ്യൂൾ 7 എന്ന് പറയുമ്പോൾ എന്താണ്? ലിസ്റ്റുകളെ പറ്റിയിട്ടാണ് പറയുന്നത്. ഓക്കെ, ഷെഡ്യൂൾ 7-ൽ ലിസ്റ്റുകളെ പറ്റിയിട്ടാണ് പറയുന്നത്. അതിൽ ഉണ്ടായ മാറ്റം, അതായത് സ്റ്റേറ്റ് ലിസ്റ്റിൽ ഉണ്ടായിരുന്ന 5 വിഷയങ്ങൾ എങ്ങോട്ടേക്ക് മാറ്റി? കൺകറൻറ്റ് ലിസ്റ്റിലേക്ക് മാറ്റി. ഓക്കെ, അപ്പോൾ ഷെഡ്യൂൾ 7-ൽ ഉണ്ടായ മാറ്റമാണ് 42ാം ഭേദഗതിയിലൂടെ ഷെഡ്യൂൾ 7-ൽ ഉണ്ടായ മാറ്റമാണ് പറഞ്ഞത്. സ്റ്റേറ്റ് ലിസ്റ്റിലുണ്ടായിരുന്ന 5 വിഷയങ്ങളെ കൺകറൻറ്റ് ലിസ്റ്റിലേക്ക് മാറ്റി. ആ 5 വിഷയങ്ങൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ, ഒന്ന് വിദ്യാഭ്യാസം,
വിദ്യാഭ്യാസം, 2 വനം, 3 വന്യജീവി സംരക്ഷണം, 4 അളവുകളും തൂക്കങ്ങളും, 5 അടുത്തത് 5-മത്തത് കോടതികളുടെ ഭരണം. കോടതികളുടെ ഭരണം അതായത് സുപ്രീം കോടതിയും ഹൈക്കോടതിയും ഒഴികെയുള്ള മറ്റ് കോടതികളുടെ ഭരണമാണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, സുപ്രീം കോടതിയും ഹൈക്കോടതിയും ഒഴികെയുള്ള മറ്റ് കോടതികളുടെ ഭരണമാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഈ ഒരു 5 വിഷയം എവിടെയായിരുന്നു മുമ്പ്? സ്റ്റേറ്റ് ലിസ്റ്റിലായിരുന്നു. 42-ാം ഭേദഗതിക്ക് ശേഷം ഇതിനെ കൺകറന്റ് ലിസ്റ്റിലേക്ക് മാറ്റി. അപ്പോൾ ഏതൊക്കെ വിഷയങ്ങളാണെന്ന് ചോദിച്ചാൽ, 1 വിദ്യാഭ്യാസം, വനം, വന്യജീവി സംരക്ഷണം, അളവുകളും തൂക്കങ്ങളും, അതുപോലെ കോടതികളുടെ ഭരണം. ഏതൊക്കെ ഒഴികെ? സുപ്രീം കോടതിയും ഹൈക്കോടതിയും ഒഴികെ. അപ്പോൾ ഇതാണ് 7-ാമത്തെ ഷെഡ്യൂൾ, 7-ാമത്തെ പട്ടികയിലുണ്ടായ മാറ്റം എന്ന് പറയുന്നത്. അപ്പോൾ ഈ ലിസ്റ്റുകൾ എന്ന് പറയുന്നത് എവിടെ നിന്നെടുത്തതാണ്? കാനഡയിൽ നിന്ന് കടം കൊണ്ടതാണ് ലിസ്റ്റുകൾ എന്ന് പറയുന്ന ആശയം. അതായത് ഫെഡറൽ വ്യവസ്ഥയാണ്. ഫെഡറൽ വ്യവസ്ഥയാണ് ഈ ലിസ്റ്റുകളിൽ പറയുന്നത്. ആ ഫെഡറൽ വ്യവസ്ഥ എന്ന് പറയുന്ന ആശയം കടം കൊണ്ടിരിക്കുന്നത് എവിടെ നിന്നാണ്? കാനഡയിൽ നിന്നാണ്. ഇനി ലിസ്റ്റുകൾ ഏതൊക്കെയാണ് ഉള്ളത്? യൂണിയൻ ലിസ്റ്റുണ്ട്, സ്റ്റേറ്റ് ലിസ്റ്റുണ്ട്, കൺകറന്റ് ലിസ്റ്റുണ്ട്. അതിൽ ഇപ്പോൾ ഉള്ള വിഷയങ്ങളുടെ എണ്ണം കറക്റ്റ് ഒന്ന് പറഞ്ഞിട്ട് പോകാം. യൂണിയൻ ലിസ്റ്റിൽ അത് ഈ 42-ാം ഭേദഗതിയായിട്ട് ബന്ധമില്ലാത്തതാണ്. യൂണിയൻ ലിസ്റ്റിൽ 98 വിഷയങ്ങളാണ് നിലവിലുള്ളത്. സ്റ്റേറ്റ് ലിസ്റ്റിൽ നിലവിൽ 59 വിഷയങ്ങളാണുള്ളത്. അതുപോലെ കൺകറന്റ് ലിസ്റ്റിൽ നിലവിൽ 52 വിഷയങ്ങളാണുള്ളത്. ഓക്കെ, അപ്പോൾ യൂണിയൻ ലിസ്റ്റിൽ നിലവിൽ 98 വിഷയങ്ങളും സ്റ്റേറ്റ് ലിസ്റ്റിൽ 59 വിഷയങ്ങളും കൺകറന്റ് ലിസ്റ്റിൽ 52 വിഷയങ്ങളാണ് നിലവിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഓക്കെ, അപ്പം 42-ാം ഭേദഗതി പറയുമ്പോൾ ഷെഡ്യൂൾ 7-ലുണ്ടായ മാറ്റമെന്ന് പറയുന്നത് സ്റ്റേറ്റ് ലിസ്റ്റിൽ മുൻപ് ഉണ്ടായിരുന്ന 5 വിഷയങ്ങളെ ഇപ്പോൾ എങ്ങോട്ടേക്കാക്കി? കൺകറന്റ് ലിസ്റ്റിലേക്കാക്കി. ആ 5 വിഷയങ്ങളാണ് ഇവിടെ പറഞ്ഞത്. വിദ്യാഭ്യാസം, വനം, വന്യജീവി സംരക്ഷണം, അളവുകളും തൂക്കങ്ങളും, അതുപോലെ കോടതികളുടെ ഭരണം. അടുത്തത് 42-ാം ഭേദഗതിയിലൂടെ ഒരു വ്യവസ്ഥ ചെയ്തിരിക്കുന്നത് എന്താണെന്ന് ചോദിച്ചാൽ, കേന്ദ്ര ക്യാബിനറ്റിൻ്റെ ഉപദേശങ്ങൾ അനുസരിച്ച് മാത്രമാണ് രാഷ്ട്രപതി പ്രവർത്തിക്കേണ്ടത്. അങ്ങനെ ഒരു പ്രൊവിഷൻ കൊണ്ടുവന്നു. എന്താണ്? കേന്ദ്ര ക്യാബിനറ്റിൻ്റെ നിർദ്ദേശങ്ങൾ അനുസരിക്കാൻ ആര് ബാധ്യസ്ഥനാണ്? രാഷ്ട്രപതി ബാധ്യസ്ഥനാണ്. അത് ആർട്ടിക്കിൾ 74-ലാണ് അങ്ങനെ ഒരു മാറ്റം കൊണ്ടുവന്നത്. ആർട്ടിക്കിൾ 74-ൽ എന്താണ്? കേന്ദ്ര ക്യാബിനറ്റിൻ്റെ നിർദ്ദേശങ്ങൾ, കേന്ദ്ര ക്യാബിനറ്റിൻ്റെ ഉപദേശം അനുസരിച്ച് മാത്രമേ പ്രസിഡന്റ് പ്രവർത്തിക്കാൻ പാടുള്ളൂ. ഓക്കെ, അംഗീകരിക്കണം. ഓക്കെ, കേന്ദ്ര ക്യാബിനറ്റിൻ്റെ ഉപദേശങ്ങൾ പ്രസിഡന്റ് അംഗീകരിക്കണമെന്നാണ് ആർട്ടിക്കിൾ 74-ൽ 42-ാം ഭേദഗതി പ്രകാരം വ്യവസ്ഥ ചെയ്തിട്ടുള്ളത്. ഓക്കെ, അതിൽ 1-ാമത്തെ ഒരു മാറ്റമാണ് ഈ പറഞ്ഞത്. ഇനി അതുപോലെ തന്നെ സംസ്ഥാനങ്ങളിലെ ക്രമസമാധാന പ്രശ്നങ്ങൾ നേരിടുന്നതിന് കേന്ദ്ര സേനയെ വിന്യസിക്കാൻ കേന്ദ്രത്തിന് അനുമതി നൽകി. അത് ആർട്ടിക്കിൾ 257A-ലാണ് പറഞ്ഞിരിക്കുന്നത്. ആർട്ടിക്കിൾ 257A-ൽ പറഞ്ഞിരിക്കുന്നത് എന്താണ്? ക്രമസമാധാന പ്രശ്നങ്ങൾ നേരിടാൻ സംസ്ഥാനത്ത് കേന്ദ്ര സേനയെ വിന്യസിക്കാൻ കേന്ദ്രത്തിന് അനുമതി നൽകി. ഓക്കെ, ക്രമസമാധാന പ്രശ്നങ്ങൾ നേരിടാൻ സംസ്ഥാനത്ത് കേന്ദ്ര സേനയെ വിന്യസിക്കാൻ കേന്ദ്രത്തിന് അനുമതി നൽകി. ഓക്കെ, അപ്പോൾ ആദ്യം പറഞ്ഞ എന്താണ്? കേന്ദ്ര ക്യാബിനറ്റിൻ്റെ ഉപദേശങ്ങൾ അനുസരിച്ച് വേണം രാഷ്ട്രപതി പ്രവർത്തിക്കാൻ എന്നുള്ളത് പറഞ്ഞു. അത് ആർട്ടിക്കിൾ 74-ലാണ് അങ്ങനെ ഒരു മാറ്റം കൊണ്ടുവന്നത്. അതുപോലെ തന്നെ 42-ാം ഭേദഗതി അനുസരിച്ച് എന്താണ്? സംസ്ഥാനങ്ങളിൽ ക്രമസമാധാന പ്രശ്നങ്ങൾ നേരിടുന്ന സാഹചര്യത്തിൽ അത് നേരിടുന്നതിന് വേണ്ടിയിട്ട് കേന്ദ്ര സേനയെ കേന്ദ്രത്തിന് നിയോഗിക്കാം എന്ന് പറയുന്നത് ആർട്ടിക്കിൾ 257-ൽ
257A അങ്ങനെ ഒരു കാര്യം പുതുതായിട്ട് കൊണ്ടുവന്നു. അതുപോലെ തന്നെ ലോക്സഭയുടെയും സംസ്ഥാന നിയമസഭകളുടെയും കാലാവധി 5 നിന്നും 6 മാറ്റി. ലോക്സഭകളുടെയും അതുപോലെ ലെജിസ്ലേറ്റീവ് അസംബ്ലി, സംസ്ഥാനങ്ങളിലെ ലെജിസ്ലേറ്റീവ് അസംബ്ലികളുടെയും കാലാവധി 5 വർഷത്തിൽ നിന്നും 6 ഉയർത്തി. ഓക്കെ, ഇതാണ് പിന്നീടുണ്ടായ മാറ്റം. ഇത് തൊട്ടടുത്ത ഭേദഗതിയിൽ, അതായത് 44-ാം ഭേദഗതിയിൽ വീണ്ടും തിരിച്ചു കൊണ്ടുവന്നു. അതായത് ലോക്സഭയുടെ കാലാവധി ഇപ്പോഴും തന്നെയാണ് 5 വർഷം തന്നെയാണ്. ആ ഒരു ഇടയ്ക്ക് ഒരു 42-ാം ഭേദഗതിയിലൂടെ 5 നിന്നും 6 മാറ്റി 44-ാം ഭേദഗതിയിൽ അത് തിരിച്ചു കൊണ്ടുവന്നു. അതായത് 6 നിന്ന് 5 വർഷമാക്കി മാറ്റി. അതുപോലെ മറ്റൊരു കാര്യം, ഇന്ത്യയുടെ ഒരു പ്രദേശത്ത് മാത്രമായിട്ട് ആർട്ടിക്കിൾ 352 പ്രകാരമുള്ള ദേശീയ അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കാൻ കഴിയുമെന്ന വ്യവസ്ഥ കൊണ്ടുവന്നു. ഒരു പ്രദേശത്ത് മാത്രമായി ആർട്ടിക്കിൾ 352 പ്രകാരമുള്ള, ആർട്ടിക്കിൾ 352 എന്ന് പറയുന്നത് ദേശീയ അടിയന്തരാവസ്ഥയുടെ കാര്യങ്ങളാണ് പറയുന്നത്. അപ്പോൾ ഈ ഒരു പ്രദേശത്ത്, ഇന്ത്യ മുഴുവനായി മാത്രമല്ല, ഇന്ത്യയുടെ ഒരു പ്രദേശത്ത് മാത്രമായിട്ടാണെങ്കിലും ആർട്ടിക്കിൾ 352 പ്രകാരമുള്ള ദേശീയ അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കാൻ കഴിയുമെന്ന ഒരു വ്യവസ്ഥ കൂടി 42-ാം ഭേദഗതിയിലൂടെ കൊണ്ടുവന്നു. അപ്പോൾ ഇനിയും ഒരുപാട് മാറ്റങ്ങൾ ഇതുവഴി ഉണ്ടായിട്ടുണ്ട്. പ്രധാനപ്പെട്ട കാര്യങ്ങൾ മാത്രമാണ് നമ്മളിതിൽ ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ 42-ാം ഭേദഗതി പാസ്സാക്കപ്പെട്ട വർഷം 1976 നിലവിൽ വന്നത് 1977 ജനുവരി 3. ആ സമയത്തെ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധി, പ്രസിഡന്റ് ഫക്രുദ്ദീൻ അലി അഹമ്മദ്. ഏത് കമ്മിറ്റിയുടെ ശുപാർശ പ്രകാരമാണ് ഈ ഒരു ഭേദഗതി നിലവിൽ വന്നതെന്ന് ചോദിച്ചാൽ സ്വരൺ സിംഗ് കമ്മിറ്റിയുടെ ശുപാർശ പ്രകാരമാണ്. ഇന്ത്യൻ ഭരണഘടനയിൽ നടത്തിയ ഏറ്റവും വലിയ ഭേദഗതിയാണ് 42-ാം ഭേദഗതി എന്ന് പറഞ്ഞു. അതുകൊണ്ട് തന്നെയാണ് ഇതിനെ മിനി കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് വിളിക്കുന്നത്. പിന്നെ പറഞ്ഞത് ആമുഖത്തിൽ ഭേദഗതി വരുത്തിയത് ഈ 42-ാം ഭേദഗതിയിലൂടെയാണ്. അതായത് ആമുഖത്തിൽ മാറ്റം വരുത്തിയ ഒരേ ഒരു ഭേദഗതി ചോദിച്ചാൽ 42-ാം ഭേദഗതി 1976. ഈ ഭേദഗതിയിലൂടെ ആമുഖത്തിൽ കൂട്ടിച്ചേർത്ത 3 വാക്കുകളാണ് സോഷ്യലിസ്റ്റ്, സെക്യുലർ, ഇൻ്റഗ്രിറ്റി. അപ്പോൾ ഈ 42-ാം ഭേദഗതിക്ക് ശേഷം ആമുഖപ്രകാരം ഇന്ത്യ എന്നത് എങ്ങനെയാണ് വിശേഷിപ്പിക്കുന്നത്? സോവറിൻ, സോഷ്യലിസ്റ്റ്, സെക്യുലർ, ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് എന്നാണ്. അതുപോലെ തന്നെ ആമുഖത്തിൻ്റെ ഒരു ഭാഗത്ത് പരാമർശിച്ചിരുന്ന രാജ്യത്തിൻ്റെ ഐക്യം എന്ന് പറയുന്ന ആ ഒരു പ്രസ്താവന മാറ്റിയിട്ട് രാജ്യത്തിൻ്റെ ഐക്യവും അഖണ്ഡതയും എന്നാക്കി, യൂണിറ്റി ആൻഡ് ഇൻ്റഗ്രിറ്റി ഓഫ് ദി നാഷൻ എന്നാക്കി. അത് പ്രകാരമാണ് ആ 3 വാക്കുകൾ, ഇതൊക്കെയാണ് സോഷ്യലിസ്റ്റ്, സെക്യുലർ, ഇൻ്റഗ്രിറ്റി. 2 ഭാഗത്തായിട്ടാണ് ആ ഒരു മാറ്റം കൊണ്ടുവന്നിരിക്കുന്നത്. പിന്നെ പറഞ്ഞത് നമ്മൾ ഭാഗം 4-ൽ 3 ആർട്ടിക്കിളുകൾ കൂട്ടിച്ചേർത്തെന്ന് പറഞ്ഞു. ഭാഗം 4 എന്ന് പറയുന്നത് ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസിയാണ്. അതിൽ 3 ആർട്ടിക്കിളുകൾ കൂട്ടിച്ചേർത്തു. ആർട്ടിക്കിൾ 39A, ആർട്ടിക്കിൾ 43A, ആർട്ടിക്കിൾ 48A. അപ്പോൾ ഈ 39A പറഞ്ഞിരിക്കുന്നത് തുല്യനീതി, സൗജന്യ നിയമസഹായം. ഇനി 43A പറഞ്ഞിരിക്കുന്നത് എന്താണ്? വ്യവസായ സ്ഥാപനങ്ങളിലെ മാനേജ്മെൻറ്റ്, തൊഴിലാളികളുടെ പങ്കാളിത്തം. 48A പറഞ്ഞിരിക്കുന്നത് പരിസ്ഥിതി, വനം, വന്യജീവികൾ എന്നിവയുടെ സംരക്ഷണം. പിന്നെ പറഞ്ഞത് എന്താണ്? 42-ാം ഭേദഗതി പ്രകാരം ഭരണഘടനയിൽ കൂട്ടിച്ചേർക്കപ്പെട്ട 2 ഭാഗങ്ങളുണ്ട്. അതിലൊന്നാമത്തേത് ഭാഗം 4A, മൗലിക കടമകളാണ്. മൗലിക കടമകൾ എന്ന് പറയുന്ന ആശയം ഇന്ത്യൻ ഭരണഘടന കടം കൊണ്ടത് USSRന്റെ കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്നാണ്. അതുപോലെ എന്താണ്? മൗലിക കടമകൾ ആർട്ടിക്കിൾ 51A ചേർക്കപ്പെട്ടത്. 10 മൗലിക കടമകളാണ് 42-ാം ഭേദഗതിയിലൂടെ ചേർക്കപ്പെട്ടത്. നിലവിൽ 11 മൗലിക കടമകൾ ഉണ്ട് എന്നുള്ളതും കൂടെ ഓർത്തിരിക്കുക. രണ്ടാമത് കൂട്ടിച്ചേർക്കപ്പെട്ട ഭാഗമാണ് ഭാഗം 14A, ട്രൈബ്യൂണൽസിനെ പറ്റിയിട്ടാണ് പറയുന്നത്. അതിൽ തന്നെ 2 ആർട്ടിക്കിളുകൾ കൂട്ടിച്ചേർത്തു, 323Aയും 323Bയും. 323A എന്ന് പറയുന്നത് അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണൽസ്, പൊതുനിയമനങ്ങളിലെ തർക്കപരിഹാരം, അതുപോലെ ജീവനക്കാരുടെ സർവീസ് സംബന്ധമായ തർക്കപരിഹാരം, അതിനൊക്കെ വേണ്ടിയിട്ട് രൂപീകരിക്കപ്പെട്ടതാണ് അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണൽസ്. ഇനി ഈ പറഞ്ഞ കാര്യങ്ങൾക്കല്ലാതെയുള്ള കാര്യങ്ങളിലെ തർക്ക വിഷയങ്ങളൊക്കെ ഇടപെടുന്നതിന് വേണ്ടിയിട്ട് രൂപീകരിച്ചിരിക്കുന്നതാണ് മറ്റ് ട്രൈബ്യൂണൽസ്, അല്ലെങ്കിൽ മറ്റ് കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ട്രൈബ്യൂണൽസ്. അത് പറഞ്ഞിരിക്കുന്നത് ആർട്ടിക്കിൾ 323Bയിലാണ്. ഇനി നമ്മൾ പറഞ്ഞത് ഷെഡ്യൂൾ 7-ലുണ്ടായ മാറ്റമാണ്. 42-ാം ഭേദഗതിയിലൂടെ ഷെഡ്യൂൾ 7 എന്ന് പറയുമ്പോൾ ലിസ്റ്റുകളാണ്. സ്റ്റേറ്റ് ലിസ്റ്റിൽ മുൻപുണ്ടായിരുന്ന 5 വിഷയങ്ങളെ എങ്ങോട്ടേക്ക് മാറ്റി? കൺകറൻറ്റ് ലിസ്റ്റിലേക്ക് മാറ്റി. അത് ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ ഏതൊക്കെയാണ്? വിദ്യാഭ്യാസം, വനം, വന്യജീവി സംരക്ഷണം, അളവുകളും തൂക്കങ്ങളും, കോടതികളുടെ ഭരണം. കോടതികളെന്ന് ഉദ്ദേശിക്കുമ്പോൾ സുപ്രീം കോടതിയും ഹൈക്കോടതിയും ഒഴികെയുള്ള കോടതികളിലെ ഭരണമാണ് ഉദ്ദേശിക്കുന്നത്. പിന്നെ നമ്മൾ പറഞ്ഞത് ഈ പറഞ്ഞ പോലെ കേന്ദ്ര ക്യാബിനറ്റിൻ്റെ ഉപദേശങ്ങൾ
പ്രസിഡന്റ് അനുസരിക്കാൻ ബാധ്യസ്ഥനാണ്. അത് ആർട്ടിക്കിൾ 74 കൊണ്ടുവന്ന മാറ്റമാണ്. അതുപോലെ തന്നെ ക്രമസമാധാന പ്രശ്നങ്ങൾ നേരിടുന്നതിന് സംസ്ഥാനത്ത് കേന്ദ്രസേനയെ വിന്യസിക്കാൻ കേന്ദ്രത്തിന് അനുമതി നൽകുന്നത് ആർട്ടിക്കിൾ 257A പ്രകാരമാണ്. പിന്നെ പറഞ്ഞത് ലോക്സഭയുടെയും സംസ്ഥാന നിയമസഭകളുടെയും കാലാവധി 5 വർഷത്തിൽ നിന്നും 6 ആക്കി ഉയർത്തിയ ഭേദഗതിയാണ് 42ാം ഭേദഗതി. അത് പിന്നീട് തിരിച്ചു കൊണ്ടുവന്നു എന്ന് പറഞ്ഞു 44ാം ഭേദഗതിയിലൂടെ. പിന്നെ പറഞ്ഞത് ഒരു പ്രദേശത്ത് മാത്രമായി, ഇന്ത്യ മുഴുവനായല്ലാതെ ഒരു പ്രദേശത്ത് മാത്രമായി ആർട്ടിക്കിൾ 352 പ്രകാരമുള്ള അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കാൻ കഴിയും എന്ന് പറയുന്നൊരു വ്യവസ്ഥ കൂടി കൊണ്ടുവന്നു. അപ്പോൾ ഇത്രയാണ് 42ാം ഭേദഗതിയെ പറ്റി പറയാനുള്ളത്.